രാജീവ് ചന്ദ്രശേഖരനാണ് പുതിയ BJP അധ്യക്ഷനായിട്ട് വന്നത്. അപ്പോൾ എങ്ങനെയാവും BJPക്ക് ഗുണമുണ്ടാവുമോ? അത് തീർച്ചയായിട്ടും ഗുണം തന്നെയായിരിക്കും. കാരണം അയാൾ നല്ലൊരു വ്യക്തിയാണ്, പിന്നെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പുള്ളിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും അയാൾ വരുന്നതിൽ നല്ലൊരു കാര്യമാണ്. പിണറായി സർക്കാരിനെ പറ്റി അയ്യോ, എന്തൊരു പറയാൻ വേണ്ടി, ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളും മാത്രമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഒരു മാറ്റം എന്തുകൊണ്ടും വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് തന്നെയാണ്. മടുത്തു. ഓക്കെ. അതേപോലെ രാജീവ് ചന്ദ്രശേഖരൻ ഈ പുതിയ BJP അധ്യക്ഷനായി വന്നു. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഉണ്ടാകുന്ന നേട്ടവും നമ്മുടെ നാടിന് എന്താണ് ഗുണമുണ്ടാവാൻ സാധ്യത ചാൻസ് കുറവാണ്. നമ്മുടെ നാടിന് എന്തെങ്കിലും നല്ലതായിട്ട് വരും എന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ല. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല. കാരണം BJP സർക്കാർ വേണ്ടാന്ന് തന്നെയാണ് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അഭിപ്രായം. പിന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വരണം. കളയുണ്ട്, ഇഷ്ടംപോലെ കളയുണ്ട്. പക്ഷേ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സിനിമയിൽ പറയുന്ന പോലെ ഒരുപാട് പേർക്ക് തണലേകുന്ന ഒരു വൃക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സോ അത് ഒരിക്കലും കളയാൻ പാടില്ല. നേട്ടങ്ങളുണ്ടാവണം, അതാണ് നമ്മുടെ നാടിന് ആവശ്യം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനാണ് നമ്മളെ ആഗ്രഹങ്ങൾ. ഓക്കെ. ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്ന് എന്താ അഭിപ്രായം? രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ നമ്മളെ MLA സ്ഥാനാർത്ഥിയിട്ട് മത്സരിച്ചൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ നിന്നും കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, സാധാരണ ഉള്ള ഒരു BJPയുടെയോ അല്ലെങ്കിൽ RSSൻ്റെ നേതാവ് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ജാതി മതത്തിനെ കുറിച്ചാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വലിയൊരു ക്വാളിറ്റിയാണ്. പേഴ്സണലി അയാൾ വലിയൊരു ക്വാളിറ്റി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അല്ലാതെ ബാക്കിയുള്ളവർ തുടങ്ങും പോലെ ഞങ്ങൾ മറ്റേ ഹിന്ദുക്കളാണ് അങ്ങനെയുള്ള ഒരു ഇതില്ലാതെ. കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ സിനിമയെക്കുറിച്ച് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരു ജാതിയോ മതമോ വരുത്തിയല്ല പുള്ളിക്കാരൻ സംസാരിച്ചത്. അതൊരു രാഷ്ട്രീയ ക്വാളിറ്റിയുള്ള ഒരു നേതാവാണെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അഭിപ്രായം ഇനി BJPക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ എന്നുള്ളത് അതെനിക്കറിയില്ല. ആര് വന്നാലും ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവും തോന്നണേ. BJP ഭരണത്തിൽ വരാൻ സാധ്യത എന്തെങ്കിലും ഇല്ല. ജയിക്കുമായിരിക്കും അവിടെ ഇവിടെ ആയിട്ട്. പക്ഷെ മൊത്തത്തിൽ എടുക്കില്ല. ഇപ്പോൾ ഉള്ളവർ തന്നെ തുടരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ്, അവരിൽ ആരെങ്കിലും ആയിരിക്കാം. എന്തെങ്കിലും ഭരണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ? അദ്ദേഹം ഇപ്പോഴും വന്നതല്ലേ ഉള്ളൂ. അദ്ദേഹത്തിനെ കുറിച്ചൊരു വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സമയമായിട്ടില്ല. വന്ന 2-3 ആഴ്ചയല്ലേ ആയുള്ളൂ. അദ്ദേഹം ഇതുവരെ ഒന്നിലും വളരെ ആക്ഷൻ എടുത്തിട്ടില്ല. ഒരു ആക്റ്റീവായിട്ട് അദ്ദേഹം ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ മത നേതാക്കന്മാരെ പോയി കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിലൊന്നും താഴെക്കടയിൽ ഇറങ്ങി വരേണ്ട കാര്യം വരണം. എങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അയാളെ അംഗീകരിക്കാൻ പറ്റൂ. പക്ഷേ അദ്ദേഹം നല്ലൊരു ഇതാണ്, അങ്ങനെ വിദ്യാഭ്യാസമുള്ള മനുഷ്യനുമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ BPLും അങ്ങനെയുള്ള നമ്മളിപ്പം കൊണ്ടു നടക്കുന്ന ഈ മൊബൈലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടായൊരു സാധനമാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. BJPക്കാരനായിട്ടല്ല, അദ്ദേഹത്തെ ആ എഴുതിയ ബുക്കെന്ന് പറഞ്ഞാൽ നല്ല ആശയപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞാൻ അദ്ദേഹത്തിന് വോട്ടും ചെയ്തത്. ജയിച്ചില്ല, അത് വേറെ കാര്യം. അങ്ങനെയുള്ളവരാണ് ഈ രാജ്യത്ത് വരേണ്ടത്. ഇല്ലേ? അതെ, നമുക്ക് രാജ്യം നന്നാവണം, അല്ലെ വ്യക്തിപരമായിട്ട് ആരും നന്നാവണ്ട. രാജീവ് ചന്ദ്രശേഖരൻ പുതിയ അധ്യക്ഷനായി വന്നപ്പോൾ എന്താ അഭിപ്രായം? വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതിന് പ്രധാന കാരണം തൊട്ട് മുമ്പേ പറഞ്ഞതാണ്. എന്താണെന്നറിയാമോ? ശശി തരൂർ കോൺഗ്രസിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർത്ത് ശശി തരൂരിനെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം അയാളെപ്പോലെ ഒരു വ്യക്തി മുകളിലോട്ട് വരികയാണെങ്കിൽ എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും വരാൻ പോകുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാവരെയും വെട്ടിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത്. അപ്പം വരുമ്പോഴത്തേക്ക് താഴെത്തട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. താഴെത്തട്ടിൽ നിൽക്കുന്നവരെല്ലാം, അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കരുണാകരൻ സാർ പണ്ട് പറഞ്ഞത് എനിക്കിന്നും എൻ്റെ ഓർമ്മയുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഞാൻ ഓരോ ചുവട് മുകളിൽ കയറും തോറും എന്നെ മുകളിൽ നിന്നവർ ചവിട്ടി താഴെ ഇട്ടിട്ടുണ്ട്, താഴെ നിന്നവൻ എൻ്റെ കാല് പിടിച്ച് വലിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെന്ന് വീഴുന്നത് ജനങ്ങളുടെ കയ്യിലായതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്. ജനങ്ങളാണ് എന്നെ താങ്ങിയതെന്ന്. അതുപോലെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് ചവിട്ടി താഴെ ഇടാം, കാല് വലിച്ച് താഴെ ഇടാം. പക്ഷേ ഇവരെല്ലാം നല്ലത് ചെയ്ത് ജനങ്ങളുടെ കൈകളിലാണ് ചെന്ന് വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ ഗുണമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ സാമ്പത്തികമായി പറയുകയാണെങ്കിൽ, സാമ്പത്തികമായിട്ട് വലുതായിട്ട് ഈ മറ്റുള്ള ചോട്ടാ രാഷ്ട്രീയക്കാരെ പോലെയൊന്നും സമ്പാദിക്കണം, കൈയിട്ട് വരണം, അങ്ങനത്തെ ചിന്താഗതിയൊന്നും വരാൻ സാധ്യത കുറവാണ്. കാരണം ഈ ശശിത്വൻ്റെ കാര്യം പറഞ്ഞതുപോലെ നേരത്തെ ആവശ്യത്തിലേറെ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങളുള്ളവരാണ്. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് മോശമാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ കൂടെ ഇരിക്കുന്നവരെ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ
നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല. അതേപോലെ ഒരു പുതിയ BJP അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ വന്നിരിക്കുകയാണ്. സോ എന്തായിരിക്കും അതുകൊണ്ട് BJPക്ക് ഉണ്ടാകുന്ന നേട്ടവും കേരളത്തിനുണ്ടാകുന്ന ഒരു മെച്ചവും? എനിക്ക് അതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം രാജ്യത്തെ ഒരു പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ആ പാർട്ടിയിലാണ്. ആ പാർട്ടിയിൽ ഇപ്പം തന്നെ ഇവിടെ ഉള്ള ഒരു പാർട്ടിയുടെ നേതാവായിട്ട് ഇവർക്ക് ഒരാളെ സെലക്ട് ചെയ്തിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർ ഹൈക്കമാൻഡ് അവിടെ നോക്കും. അപ്പോൾ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നുവോ അതനുസരിച്ച് നടക്കും. ഹൈക്കമാൻഡ് ചിലപ്പോൾ ഇവരെക്കാളൊക്കെ നല്ല, നമ്മളിവിടെ പല പാർട്ടികളും കാണുന്നില്ലേ, എല്ലാവരും മന്ത്രിയാകണം. അതവൻ്റെ ഒരു അവൻ്റെ മനസ്സിലുള്ളതാണ്. അത് മാറിയിട്ട് പണ്ട് നെഹ്റുവിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നെഹ്റുവിനോട് ചോദിക്കും, താങ്കൾ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അപ്പം അദ്ദേഹം പറയും, രാജ്യം എന്ത് നിങ്ങൾക്ക് നൽകുന്നു എന്നല്ലതല്ല ചോദ്യം, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് വരും. അതുകൊണ്ട് വി ഓൾ വിൽ യുണൈറ്റ്, വി വിൽ ഫൈറ്റ് ഫോർ ദ റൈറ്റ്. ഓക്കെ.